പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു സിംഗിൾ വേരിയബിൾ ഇക്വേഷൻസും ടു വേരിയബിൾ ഇക്വേഷൻസും ആണ്. അവ എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ആദ്യം നമുക്ക് എന്താണ് ഇക്വേഷൻസ് നോക്കാം. സോ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2x + 5 = 7. ഇതൊരു ഇക്വേഷനാണ്. സോ 3y + 2 = 3. ഇതും ഒരു ഇക്വേഷനാണ്. അതേപോലെ 5 + 7 = 12. ഇതും മറ്റൊരു ഇക്വേഷനാണ് വരുന്നത്. സോ ആക്ച്വലി ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അസേർട്ടിങ് ദാറ്റ് ടു എക്സ്പ്രഷൻസ് ആർ ഈക്വൽ. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിന് ഈക്വൽ ആണ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അഥവാ ഒരു സ്റ്റേറ്റ്മെൻറ്റിനാണ് നമ്മൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ ഒരു ഇക്വേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇക്വാലിറ്റി അഥവാ ഇക്വൽ എന്ന് പറയുന്ന ഒരു സൈൻ ഉണ്ടാവും. സോ ആ ഒരു സൈൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതൊരു ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ അതേപോലെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഒന്നെങ്കിൽ വേരിയബിൾസ് കണ്ടെയ്ൻ ചെയ്യാം. സോ ഇവിടെ എക്സ് വൈ എന്നുള്ളത് പറയുന്നതൊക്കെ വേരിയബിൾസ് ആണ്. ഒന്നെങ്കിൽ നമുക്ക് വേരിയബിൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷൻസ് ആവാം, അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് മാത്രമുള്ള ഇക്വേഷൻസ് ആവാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 + 7 = 12. ഇതൊരു ഇക്വേഷൻ ആണ്. ഇവിടെ വേരിയബിൾ ഒന്നുമില്ല, കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെയും നമുക്ക് ഇക്വേഷൻസ് വരാം. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വേരിയബിൾസ് ഉള്ള ഇക്വേഷൻ വരികയാണ്. നമ്മുടെ ആ ഒരു ഇക്വേഷനിൽ ഒരു സിംഗിൾ വേരിയബിളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഒരു സിംഗിൾ വേരിയബിൾ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ ഇക്വേഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് രണ്ട് വേരിയബിൾസുള്ള ഇക്വേഷൻസ് ഉണ്ട്. ചില സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ് അല്ലെങ്കിൽ വൈ അതുപോലെ രണ്ട് വേരിയബിൾസുള്ള ഇക്വേഷൻസ് വരികയാണെങ്കിൽ ആ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് വേണ്ടി വരും. ആ രണ്ട് ഇക്വേഷൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് രണ്ട് വേരിയബിളിൻ്റെയും വാല്യൂസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് ഒരു 100 ബീഡ്സ് ഉണ്ട്. ബ്ലാക്കും വൈറ്റും ഉള്ള 100 ബീഡ്സ് ഉണ്ട്. സോ അതിൽ ഒരു ബീഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ബീഡ്സിനെക്കാട്ടും 10 എണ്ണം കൂടുതലാണ്. സോ നമുക്ക് ബ്ലാക്ക് ബീഡ്സിൻ്റെയും അതേപോലെ വൈറ്റ് ബീഡ്സിൻ്റെയും എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താക്കും, ഒരു അസംഷൻ ചെയ്യും. എന്താ വെച്ചാൽ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, നമ്മുടെ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എക്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയബിൾസ് ഒക്കെ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ടോപ്പിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അത് നമ്മൾ അസ്യൂം ചെയ്തതാണ് എന്നുള്ളത് എഴുതണം. അത് എഴുതിയാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എക്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതേപോലെ അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എക്സ് + 10 ആണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണത്തിനെക്കാട്ടും 10 എണ്ണം കൂടുതലാണെന്ന്. അതേപോലെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് 100 ആണ്. ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ നമ്മൾ അത് നോക്കുമ്പം ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എക്സ് ആണ്, ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എക്സ് + 10 ആണ്. സോ എക്സ് + 10 ആയിരിക്കും ടോട്ടൽ ബീഡ്സിൻ്റെ എണ്ണം. സോ എക്സ് + എക്സ് + 10 = 100 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മൾ ആഡ് ചെയ്യുമ്പം 2x + 10 = 100 എന്ന് കിട്ടും. സോ 10 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2x = 100 - 10 എന്ന് കിട്ടും. അതായത് 2xൻ്റെ വാല്യൂ 90 ആണെന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 90/2 ആയിരിക്കും. സോ എക്സിൻ്റെ വാല്യൂ 45 ആണെന്ന് നമുക്ക് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എക്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്താണ് വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എക്സ് ആണെന്ന്. സോ എക്സിൻ്റെ വാല്യൂ 45 ആയതുകൊണ്ട് നമ്മുടെ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം 45 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എക്സ് + 10 ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം 45 + 10 55 ആയിരിക്കും നമ്മുടെ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം വരുന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ടേബിളും ഉണ്ട്, ഒരു ചെയറും ഉണ്ട്. ടേബിളിൻ്റെയും ചെയറിൻ്റെയും കൂടെ ആകെ പ്രൈസ് എന്ന് പറയുന്നത് 11,000 ആണ്. അതേപോലെ നമ്മൾ ഒരു ടേബിളും 4 ചെയറും കൂടെ നമ്മൾ വാങ്ങിയപ്പോൾ നമുക്ക് ആകെ 14,000 നമുക്ക് ചിലവായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടേബിളിൻ്റെയും ചെയറിൻ്റെയും പ്രൈസ് എത്രയാണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്യും നമ്മളുടെ ചെയറിൻ്റെ പ്രൈസ് എക്സ് ആയി നമ്മൾ അസ്യൂം ചെയ്യും. എന്തുകൊണ്ട് ചെയറിൻ്റെ പ്രൈസ് എക്സ് ആയി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ടേബിളും ചെയറും മാത്രമേ ഉള്ളൂ. സെക്കൻഡിൽ നമ്മൾ 4 ചെയർ വാങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്കത് ആ ഇക്വേഷൻ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയറിൻ്റെ വാല്യൂ ഇവിടെ എക്സ് ആയിട്ട് എടുത്തത്. നമുക്ക് വേണമെങ്കിൽ ടേബിളിൻ്റെ പ്രൈസും നമുക്ക് വേണമെങ്കിൽ എക്സ് ആയിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇക്വേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയറിൻ്റെ പ്രൈസ് എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെയറിൻ്റെ പ്രൈസും ടേബിളിൻ്റെ പ്രൈസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 11,000 ആണ്. സോ എക്സ് പ്ലസ് ടേബിളിൻ്റെ പ്രൈസ് 11,000 ആണ്. അങ്ങനെയാണെങ്കിൽ ടേബിളിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 11,000 - എക്സ് എന്ന് കിട്ടും. സോ നമ്മളത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുത്തിട്ടുണ്ട്.
സോ നമുക്ക് ടേബിളിൻ്റെയും ഷെയറിൻ്റെയും ടോട്ടൽ 4 ഷെയറിൻ്റെയും ടോട്ടൽ പ്രൈസ് 14,000 ആണ്. നമ്മളിവിടെ ഇക്വേഷൻസിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. സോ ടേബിളിൻ്റെ പ്രൈസ് 11,000 മൈനസ് എക്സ് ആണ് നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട്. ഷെയറിൻ്റെ പ്രൈസ് എക്സ് ആണ്. സോ 11,000 മൈനസ് എക്സ് പ്ലസ് 4x ഈസ് ഈക്വൽ ടു 14,000 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൈനസ് എക്സും ഉണ്ട് പ്ലസ് 4x ആണ്. നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 11,000 പ്ലസ് 3x ഇസ് ഈക്വൽ ടു 14,000 എന്ന് കിട്ടും. സോ 11,000 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. 3x ഇസ് ഈക്വൽ ടു 14,000 മൈനസ് 11,000 വരും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 3xൻ്റെ വാല്യൂ 3,000 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 3,000/3 ദാറ്റ് ഈസ് 1,000 എന്ന് കിട്ടും. സോ നമ്മുടെ എക്സ്, അതായത് നമ്മുടെ ചെയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ചെയറിൻ്റെ പ്രൈസ് 1,000 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടേബിളിൻ്റെത് 11,000 മൈനസ് എക്സ് ആണ് പ്രൈസ് വരുന്നത്. സോ 11,000 മൈനസ് 1,000 ദാറ്റ് ഈസ് 10,000 ആയിരിക്കും നമ്മുടെ ടേബിളിൻ്റെ പ്രൈസ് വരുന്നത്. സോ നമ്മൾ സിംഗിൾ വേരിയബിൾ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ അത് 2 വേരിയബിളിലേക്ക് കൊണ്ടുപോകാം. അതായത് നമ്മൾ ടേബിളിൻ്റെ പ്രൈസ് എക്സ് ആയിട്ട് എടുക്കും, ഷെയറിൻ്റെ പ്രൈസ് വൈ ആയിട്ട് എടുക്കും. സോ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ, ടേബിളിൻ്റെ പ്രൈസും ഷെയറിൻ്റെ പ്രൈസും കൂടെ ആഡ് ചെയ്താൽ 11,000 ആണ്. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 11,000 എന്ന് കിട്ടി. സോ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എക്സ് പ്ലസ് 4, അതായത് ടേബിളിൻ്റെ പ്രൈസ് പ്ലസ് 4 ടൈംസ് ഓഫ് ഷെയറിൻ്റെ പ്രൈസ് 14,000 ആണ്. സോ എക്സ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു 14,000 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് ഇക്വേഷൻസിനെ കൺവേർട്ട് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. സോ രണ്ടിലും എക്സ് ഉണ്ട്. സോ നമ്മളതിനെ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 4y മൈനസ് എക്സ് പ്ലസ് വൈ എന്നാണ് വരിക. സോ നമുക്ക് എന്ത് കിട്ടും? 3y എന്ന് കിട്ടും. 3y ഇസ് ഈക്വൽ ടു 14,000 മൈനസ് 11,000 ആണ്, ദാറ്റ് ഈസ് 3,000 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ 1,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 11,000 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 11,000 മൈനസ് 1,000 ദാറ്റ് ഈസ് 10,000 കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ടേബിളിൻ്റെ പ്രൈസ് 10,000 ആണെന്നും ചെയറിൻ്റെ പ്രൈസ് 1,000 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഡബിൾ വേരിയബിളിലുള്ള ഇക്വേഷൻ നമ്മൾ സിംഗിൾ വേരിയബിളിലാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ഡബിൾ വേരിയബിളിലേക്ക് കൊണ്ടുവന്നു. അത്രേ വ്യത്യാസമുള്ളൂ ഇവിടെ.